ഏറ്റവുമധികം ഗ്രാൻഡ്സ്ലാം സിംഗിൾസ് കിരീടം നേടിയതും ഗോൾഡൻ ഗ്രാൻഡ്സ്ലാം കൈവരിച്ച 3 വനിതകളിൽ ഒരാളായ മാർഗരറ്റ് കോർട്ട്, ഇന്ത്യൻ സ്വാതന്ത്ര്യസമര സേനാനിയും ഡൽഹിയുടെ ആദ്യത്തെ മേയറുമായ അരുണ ആസഫ് അലി, അക്കാദമി അവാർഡ് നേടിയ നടി ജിഞ്ചർ റോജേഴ്സ്, ഇന്ത്യയിലെ കാലത്തെ മികച്ച കായിക താരവും ഇന്ത്യൻ ഹോക്കി ടീമിൻ്റെ ക്യാപ്റ്റനുമായിരുന്ന ധൻരാജ് പിള്ള, ഇന്ത്യയിലെ ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ സ്ഥാപക പിതാക്കന്മാരിൽ ഒരാളായ അഭയകുമാർ ദാസ് ഗുപ്ത എന്നിങ്ങനെ ഒട്ടനവധി പ്രശസ്തരുടെ ജന്മദിനമാണ് ജൂലൈ 16. മാത്രമല്ല 1969 ജൂലൈ 16 മനുഷ്യനെയും കൊണ്ട് ചന്ദ്രനിലേക്ക് ആദ്യ വാഹനം അപ്പോളോ 11 പോയത്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് റോവാൾഡ് അമോൺസൺ. നോർവീജിയൻ വംശജനായ അമോൺസൺ ആണ് വടക്ക് പടിഞ്ഞാറൻ പാതയിലൂടെ ആദ്യമായി കപ്പലിൽ സഞ്ചരിച്ചത്. ദക്ഷിണ ധ്രുവത്തിലെത്തിയ ആദ്യ വ്യക്തിയും ഉത്തരധ്രുവത്തിന് കുറുകെ ട്രാൻസാർട്ടിക് വിമാനം പറത്തിയ ആദ്യ വ്യക്തിയുമാണ് അമോൺസൺ. 1872 ജൂലൈ 16 നോർവേയിലെ ബോർജിലാണ് റോൾഡ് എൻജിറവിക് ഗ്രാവനിങ് അമോൺസൺ ജനിച്ചത്. ചെറുപ്പത്തിൽ തന്നെ ധ്രുവ പര്യവേഷണത്തിന് ആകൃഷ്ടനായ അദ്ദേഹം ആർട്ടിക് തിമിംഗല വേട്ടക്കാരോടൊപ്പം കടലിൽ പോകാൻ യൂണിവേഴ്സിറ്റി പഠനം പോലും ഉപേക്ഷിച്ചു. അമോൺസനും 4 സഹായികളും ചേർന്നാണ് 1911 ഡിസംബർ 14 ദക്ഷിണ ധ്രുവത്തിൽ എത്തിയത്. അന്റാർട്ടിക് പര്യവേഷണത്തിൻ്റെ വീരയുഗം എന്നറിയപ്പെട്ട കാലഘട്ടത്തിലെ ഒരു പ്രധാന വ്യക്തിയായിരുന്നു അദ്ദേഹം. 1928 ജൂൺ 18 ആർട്ടിക് സമുദ്രത്തിൽ ഒരു രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമായുള്ള പറക്കലിൽ അമോൺസനും സംഘാംഗങ്ങളും സഞ്ചരിച്ചിരുന്ന വിമാനം അപ്രത്യക്ഷമായി. പിന്നീട് പല കാലങ്ങളായി തെരച്ചിലിനൊടുവിലും അന്വേഷണത്തിലും അവരെക്കുറിച്ച് ഒന്നും തന്നെ കണ്ടെത്താനായില്ല.